അങ്ങനെ രേവതി അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഇപ്പം ആൾക്ക് പാതി ജീവനെങ്കിലും ഉണ്ട്, നീ കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും പോവും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയും, ഞാനൊന്ന് കണ്ടു എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് അമ്മ അച്ഛന് ഇതാവുക എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയും. ഒന്ന് ഞാനൊന്ന് കാണട്ടെ ചോദിക്കും കേട്ടോ. അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ രേവതീനെ അവിടെ നാട്ടിൽ പറഞ്ഞേക്കാണ്. അങ്ങനെ രേവതി നേരെ അമ്പലത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് അപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ ചേച്ചി എന്ന് വിളിക്കും വെച്ചാലും രേവതി അതൊന്നും കേൾക്കില്ല. നേരെ അമ്പലത്തേക്ക് കയറി പോവും. അങ്ങനെ ഇവർ പിന്നാലെ പോയിട്ട് എന്ത് രേവതി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യം, അപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യട്ടെ, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല ഇവിടെ എന്ന് പറയും. അങ്ങനെ രേവതി നേരെ പോയിട്ട് തലയിൽ കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ശയന പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങുക കേട്ടോ. ആ സമയത്താണ് നമ്മുടെ രവിക്ക് അവിടെ ഭയങ്കര അധികമാവുകയാണ് അസുഖം. അങ്ങനെ രവി ആകെ ഇങ്ങനെ സഫോക്കേഷനിൽ ഇങ്ങനെ ശ്വാസം എടുത്ത് വലിക്കുകയും വേഗം എല്ലാവരും ഓടി വരികയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുക എന്ത് പറ്റി വെച്ചിട്ട് നോക്കുക ഡോക്ടർ. അങ്ങനെ പറഞ്ഞ് രവിയുടെ ഇതും ഇങ്ങനെ കുറയും കേട്ടോ. വീണ്ടും രവി ബോധമില്ലാത്ത അവസ്ഥയ്ക്ക് പോകും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.